പാപികളായ അല്ലെങ്കിൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി വീണ്ടെടുപ്പ്, ദൈവസഹായം കൂടാതെ രക്ഷ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ദൈവം താണിറങ്ങി വന്നതിനെ ഓർക്കുന്ന നാളുകളാണല്ലോ ക്രിസ്മസ്. യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്മസിൽ സംഭവിച്ചത്? ഒരുപക്ഷെ ഞാൻ പറയുന്നത് അത്ര ശരിയായ നിരീക്ഷണമാകണമെന്നില്ല. യേശു ക്രിസ്തു ഇങ്ങ് വന്നതല്ല, നമ്മൾ വരുത്തിയതാണ് എന്ന് ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടി ശരി. ഒരുപക്ഷെ ദൈവം ഈ മനുഷ്യനെ ദൈവത്തിലേക്ക് നേരിട്ട് യേശു ക്രിസ്തു ഇവിടെ വരാതെ വണ്ണം ദൈവമക്കളായി സൃഷ്ടിച്ച് ആക്കിയ സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടവും കൽപ്പനകളും ലംഘിച്ച് പുത്രൻ ലോകത്തിലേക്ക് വരാതെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ മനുഷ്യനെക്കുറിച്ചുള്ള സ്നേഹം നിർബന്ധപൂർവം തൻ്റെ മകനെ ലോകത്തിലേക്ക് അയച്ചതാണ്. എന്തെന്നാൽ നമ്മൾ പ്രാർത്ഥനയിൽ വായിക്കുന്നുണ്ട്, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവം അല്ലാതാകാൻ തീരുമാനിച്ചു. ദൈവം അല്ലാതാകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ, ആൻഡ് ദാറ്റ് ഈസ് എ ഫോൾ ഓഫ് ഗോഡ്. ഇതെൻ്റെ അഭിപ്രായമല്ല, പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ഇറ്റ് ഈസ് എ ഫോൾ ഓഫ് ഗോഡ്. ദൈവത്തിനൊരു വീഴ്ച പറ്റി. ദ ഫോൾ ഓഫ് ഗോഡ് ഈസ് ടു റെഡീം ദ ഫോളൻ ഹ്യൂമൻ ബീയിങ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ വലിയ നിലവിളികളുടെ ദിനങ്ങളായി, നാളുകളായി നമുക്ക് അനുഭവപ്പെടേണ്ടതാണ്. ദൈവത്തിന് തൻ്റെ ഏകപുത്രൻ മരിക്കേണ്ടതായി വന്ന സ്ഥിതി ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അചിന്തനീയമായ ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും യേശുക്രിസ്തു മനുഷ്യനായി ലോകത്തിലേക്ക് വന്നപ്പോൾ ദാറ്റ് ഈസ് ദ പെയിൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വലിയ വേദനയാണ്. പുത്രനെ നൽകി മരിക്കുന്നത് തന്നെ ദൈവത്തിന് പിതാവിൻ്റെ സ്നേഹത്തിൽ വലുതായി കാണണമെന്നില്ലെങ്കിലും ഒരു ദുഃഖമാണ്. പക്ഷെ അതിനേക്കാൾ ദുഃഖം ഈ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ വീഴ്ചയാണ്. ഗോഡ് സോ ലൗഡ്, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം മനുഷ്യനെയും ലോകത്തെയും സ്നേഹിച്ചു. ലോകത്തെയാണ് സ്നേഹിച്ചത്. ആ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. അപ്പോൾ ഈ വിണ്ണ് മണ്ണിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഈ മണ്ണിന് ഒരു പുതിയ സുഗന്ധം ഉണ്ടാവുകയാണ്. അത് സീക്രഡ് ആകുകയാണ്. ഒരു നാളിലൊക്കെ നമ്മൾ വിചാരിക്കുകയും ഇപ്പോഴും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ബൈനറി ഉണ്ട്, ഈ വിശുദ്ധം അശുദ്ധം, അല്ലെങ്കിൽ സെക്കുലർ ആൻഡ് സീക്രഡ്. ദൈവം ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ച് പുത്രൻ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഒരുപാട് ബൗണ്ടറീസ് ഇല്ലാതാവുകയാണ്. സ്പർശനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. സോ ദീസ് ഈ മണ്ണ്, ഈ ഭൂമി സീക്രഡാണ്. ഇത് നമ്മൾ മാത്രമല്ല, മറ്റ് മതവിഭാഗങ്ങളിലുള്ള നമ്മുടെ സഹോദര വിശ്വാസത്തിലുള്ള എല്ലാവർക്കും ഈ ഭൂമി വളരെ സീക്രഡായിട്ട് ഉള്ളതാണ്. അതിൽ ഈ ഭൂമിയെ വേണ്ട രീതിയിൽ സീക്രഡായിട്ട് കാണാത്ത വർഗത്തിൽ ഒരു കൂട്ടം ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു ക്രൈസ്തവർ. അവരിങ്ങനെ ചുമ്മാ പാട്ടുകളൊക്കെ പാടും, മണ്ണെ പൊഴുതി മാണിക്യം പിടിയുകയില്ല എന്നൊക്കെ പറഞ്ഞ് മണ്ണ് എന്നാണ്ട് കുഴപ്പമുള്ളതാണ്, വിണ്ണാണ് ശരി. അപ്പോൾ ഈയിടെ നമ്മുടെ മോത്തിയച്ചൻ പ്രസംഗിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും, നമ്മൾ നിന്റെ രാജ്യം വരയണമേ, ലെറ്റ് യുവർ കിങ്ഡം കം. നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ടേക്ക് മീ ടു ദി അതർ വേൾഡ്. അത് വേദപുസ്തകത്തിന് നിരക്കുന്നതല്ല. ഈ ലോകം സീക്രഡാണ്. പല കാരണങ്ങളാൽ ഇതിനെ നമ്മൾ പൊളൂട്ട് ചെയ്യുന്നു. ആ പൊളൂട്ട് ചെയ്യപ്പെടുന്ന ഈ ലോകവും ദൈവത്തിൻ്റെ വിശുദ്ധമായ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വിമലീകരിക്കാനും പൗത്രീകരിക്കാനുമുള്ള ഉത്തരവാദിത്വം എന്നുള്ള
ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അതുകൊണ്ട് ക്രിസ്മസ് നമ്മൾ ഈ കാരൽസ് പാടുന്നത് മാത്രമല്ല, അതൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ്, അത് വളരെ പ്രധാനമാണ്. അത് അപ്രധാനമാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, പറയാൻ പാടുമില്ല. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ്. എന്ന് മാത്രമല്ല, ദൈവം മനുഷ്യനാകാൻ മനുഷ്യനായതിലൂടെ ദൈവം മനുഷ്യനായി. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി മനുഷ്യനാകുക എന്നുള്ളതാണ്. ടു ബി റിയൽ ഹ്യൂമൻ ബീയിങ്. ക്രിസ്തോസ് തിരുമേനി ആവർത്തിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ചോദിക്കും. അതിന് തിരുമേനി ഒരു ഉദാഹരണം പറഞ്ഞത്, ഈ ഭാര്യയും ഭർത്താവോട് വഴക്കുണ്ടാവും. വഴക്ക് ഇച്ചിരി ശക്തിപ്പെടുമ്പോൾ ഈ സ്ത്രീ ചോദിക്കും, താൻ ഒരു ആണോടു? അപ്പോൾ തിരുമേനി പറയുന്നത്, ആ സ്ത്രീ പറഞ്ഞതാണ് കറക്റ്റ്. കാരണം 10-25 വർഷമായിട്ട് കൂടെ താമസിക്കുന്ന ആ സ്ത്രീ മനസ്സിലാക്കി ഇയാളൊരു മനുഷ്യനല്ലെന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഈ നിങ്ങളോട് ചോദിച്ചാലും താനൊരു മനുഷ്യനാണോടോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മനുഷ്യനല്ല. മനുഷ്യനാകാൻ ശ്രമിക്കുന്നെന്നോ അല്ലെങ്കിൽ വീണുപോയ മനുഷ്യനാണ് എഴുന്നേക്കാൻ ശ്രമിക്കുന്നതെന്നോ ഒക്കെ പറയാമെന്നല്ലേ. ചിലർ ഭക്തി കയറി പറയും, ഐ എം എ റിയൽ ഹ്യൂമൻ ബീയിങ്. ഒന്ന് ഉറങ്ങിയിരിക്കുന്നുകൊണ്ട് പറയുന്നതാണ് ആ ഉത്തരം. അതൊന്നും ശരിയായിട്ടുള്ള ഉത്തരവല്ല. വി ആർ ഓൾ ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ്. നമ്മളായിത്തീരുകയാണ്. ഓരോ ക്രിസ്മസിൻ്റെയും സന്ദേശമായി നമ്മൾ എടുക്കേണ്ടത്, എനിക്ക് മനുഷ്യനാകണം. മനുഷ്യനാകുന്നതാണ് ഏറ്റവും വലിയ വിപ്ലവം. നമ്മൾ ഭദ്രാസനമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ നമ്മുടെ ഇടവകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ ആകണം. ആ വലിയ ഒരു ദൈവിക നിർദ്ദേശം നമ്മൾ സ്വീകരിച്ച് മുമ്പോട്ട് നീങ്ങുകയാണ്. അതിലൊരു ഈ നവംബർ മാസത്തിലെ 3 ആഴ്ചകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ആഴ്ചകൾ ഓരോ. അതിലാദ്യത്തെ സൺഡേയിൽ വികാരിയച്ഛന്മാർ ഇടവജനത്തോട് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് തിരിച്ചുകൊണ്ട് അതിലാദ്യത്തേത് അവരോട് ക്ഷമ ചോദിക്കുക എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഈ ഭദ്രാസനവുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം, അതൊരു വലിയ മഹാവിപ്ലവമായി ചിലയിടത്ത് ശ്രദ്ധയോടുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിർവഹിച്ച എല്ലായിടത്തും വലിയ നിലവിളിയുടെ ഒരു ശബ്ദമാണ്. അത് നമ്മൾ ഒരു ദിവസത്തെ ഒരു കാര്യമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിനി നമ്മൾ മുമ്പോട്ട് പോകാം. 5 കൊല്ലം കൊണ്ട് നമ്മുടെ ഈ ഭദ്രാസനം ഈ പറയുന്ന മനുഷ്യത്വത്തിൻ്റെ കുറേ ദൂരം കൂടെ മുമ്പോട്ട് നീങ്ങി നമ്മളെ കാണുന്നവർ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനാവധികളാണ്, യേശുക്രിസ്തുവിനെ റീപ്രസെൻ്റ് ചെയ്യുന്നുവെന്ന് പറയിക്കണം. ആ പറയിക്കലിലേ ഉള്ളൂ അർത്ഥം. ബാക്കിയെല്ലാം പത്രാസുകളാണ്. അതുകൊണ്ട് ഈ ദർശനം ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യനാകണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം കൊണ്ടേ സാധിക്കൂ. മനുഷ്യൻ അധപ്പതിച്ചു പോകാൻ ദൈവത്തിൻ്റെ സഹായം വേണ്ട, സാത്താൻ കൂടെ. ഇവിടെയൊക്കെ ഒരു പുല്ല് കിളിക്കണമെങ്കിൽ ആരുടെയും സഹായം വേണ്ട, തന്നെ കിളിച്ചോളൂ. ഇവിടെ ഒരു നല്ല ചെടി വളർന്നു വരണമെങ്കിൽ കൃത്യമായ അതിനെ പരിചരിക്കണം, അതിന് വളമിടണം, കള പറിച്ചു കളയണം, വെള്ളമൊഴിക്കണം. അതൊരു ശ്രമമാണ്, ഒരു പരിശ്രമമാണ്. അപ്പോൾ ആ പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു യാത്ര എന്ന് മാത്രമല്ല, ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് കൊണ്ട് അവർ ബോഡി ഈസ് സേക്രഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. മനുഷ്യനാകുന്നത് ഈ ദൈവാംശം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ്. ഈ ശരീരത്തിൽ നിന്ന് ദൈവബോധവും ദൈവാംശവും ചോർന്നു പോകുമ്പോൾ പിന്നെ അത് തൃഷ്ണയുടെ ഒരു കൂടായിട്ട് മാറും. അങ്ങനെയുള്ള കൂട് അടുത്ത് നിൽക്കുന്ന ആളിനെ എപ്പോഴും തനിക്ക് ഉപയോഗിക്കാനുള്ള വെറും വസ്തുവായിട്ട്, ഓബ്ജക്റ്റായിട്ട് കാണും. അതുകൊണ്ട് ഇന്ന് സന്നിഹിതരായിരിക്കുന്ന നമ്മളെല്ലാവരും നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരുപോലെ പ്രസക്തമാണ്. ദൈവം വസിക്കുന്ന ശരീരമായതുകൊണ്ട് അവരിലും വസിക്കുന്നത് ദൈവത്തിൻ്റെ അംശമാണുകൊണ്ട് കാത്തലിക് ഭാഷ നമ്മൾ ഉപയോഗിച്ചാൽ എല്ലാവരും ദൈവത്തിൻ്റെ ഒരു സക്രാരിയാണ്. ദൈവം ഇപ്പോൾ കാത്തലിക് ചർച്ച് നിങ്ങൾ ചെന്നാൽ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അത് റിയൽ പ്രസൻസ് ആയിട്ട് വിശ്വസിക്കുന്നത് സക്രാരിയിലാണ്, ഏറ്റവും ദ മോസ്റ്റ് സീക്രട്ട് സ്പേസ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഞാനും
നമ്മളെല്ലാവരും അടുത്തിരിക്കുന്നയാൾ ഒരു സീക്രട്ട് സ്പേസ് ആണെന്ന് കണ്ടാൽ പിന്നെ അതിനെ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ, അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയില്ല. കേരളത്തിൽ ഇന്ന് നടക്കുന്നത് ഈ ആത്മാംശം നഷ്ടപ്പെട്ട തൃഷ്ണയുടെ കൂടുകളായി മനുഷ്യൻ അധപ്പതിക്കുന്നത് കൊണ്ട് ദി അതർ എന്ന് പറയുന്നത് എൻ്റെ പ്ലഷറിനുള്ള ഒരു ഓബ്ജക്റ്റായിട്ട് കാണും. ഈ 2025 ക്രിസ്മസിൽ നമ്മൾ ഏറ്റവും അധികം ശക്തീകരിക്കപ്പെടേണ്ടത് റെസ്പെക്ട് ദ ബോഡി ഓഫ് ദി അതർ. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കൃത്യമായ ഒരു പരിച്ഛേദമാണ് നമ്മുടെ സമീപത്ത് അടുത്ത മുറിയിൽ ഉള്ള അൽഷിമേഴ്സ്. അവരുടെ ബോഡിയിൽ ചില പരിമിതികൾ വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ പൊള്യൂട്ടഡ് ബോഡി, ബട്ട് ബോഡി വിത്ത് സം ലിമിറ്റേഷൻസ്. അപ്പം അത് വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കർത്താവിനെ, യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ സ്പർശിക്കുന്നത് പോലെ സ്പർശിക്കപ്പെടുന്ന സ്ഥലമാണിത്. അപ്പോൾ ഈ മദർ തെരേസ ആണല്ലോ ഇതിൻ്റെ എല്ലാം ഈ എംബോഡിമെൻ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആ ശരീരം ഈശോയുടെ ശരീരമാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയെ, നമ്മൾ സംസാരിക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും ഓരോരുത്തരും അടുത്തിരിക്കുന്ന ആളിനെ ദൈവം വസിക്കുന്ന മന്ദിരമായി കണ്ടാൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരൻ വെറും ആ വാക്ക് ശരിയല്ലെങ്കിലും ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാൻ വരുന്ന ഒരു തെണ്ടി തിന്നുന്ന ജീവിതമല്ല. അവൻ എന്നെ മനുഷ്യനാക്കുന്ന രക്ഷയുടെ സാന്നിധ്യമാണ്. ഇതിൽ കൂടുതൽ എന്താണ് ക്രിസ്മസിന് നമ്മളോട് പറയാൻ? ഈ വെല്ലുവിളി സാധിക്കാതെ നമ്മൾ കേക്ക് മാത്രം കഴിച്ച് മടങ്ങിപ്പോവുകയാണെങ്കിൽ ഇന്നൊരു പ്രോഗ്രാം ഉണ്ടല്ലോ വന്നിരുന്നേക്കാം എന്ന് ഉള്ള ചിന്ത ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് വളരെ വലിയ വെല്ലുവിളിയാണ് ഈ ക്രിസ്മസ്. അപ്പോൾ എന്ന് മാത്രമല്ല, ഈ ദൈവം ഭൂമിയിലോട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഒരു യാത്രയാണ്. ഇറ്റ് ഈസ് എ ജേർണി. അതൊരു യാത്രയാണ്. ദൈവം ഭൂമിയിലേക്ക് വരാൻ ഒരു യാത്ര തിരിച്ചു. ആ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ, ആ ദൈവപുത്രനെ കാണാനായിട്ട് ആട്ടിടയന്മാർ എഴുന്നേറ്റൊരു യാത്ര തിരിച്ചു. വിദ്വാൻമാർ ഒരു യാത്ര തിരിച്ചു. അപ്പം എല്ലാവരും ഒരു യാത്രയിലാണ്. ആ യാത്രയുടെ ഒരു ആത്യന്തിക ദർശനം എന്ന് പറയുന്നത് രക്ഷകനായ യേശുവിനെ കാണുക എന്നുള്ളത്. രക്ഷകൻ യാത്ര ചെയ്ത് ഭൂമിയിലോട്ട് വന്നു. അപ്പം ഈ വേദപുസ്തകത്തിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യമായിട്ട് മനുഷ്യനോട് ചോദിക്കുന്നു, ദൈവം ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും തോട്ടത്തിൽ, മനുഷ്യ നീ എവിടെയാണ്? വേർ ആർ യു? പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ ചോദ്യം, വേർ ഈസ് ഹി ഹു ഹാസ് ബീൻ ബോൺ ആസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. അപ്പോൾ ആദ്യ ചോദ്യം എന്താണ്? ഈ ഫോളൻ ഹ്യൂമൻ ബീയിങ് ഇൻ സെർച്ച് ഓഫ് ദ സേവിയർ ഗോഡ്. തിരിച്ചെന്താണ് യേശുവിൻ്റെ ജനനത്തിൽ സേവിയറിൻ്റെത്? അവിടെ ചോദിക്കുന്നത് വേർ ഈസ് ഹി ഹു ഹാസ് ബീൻ ബോൺ ആസ് എ സേവിയർ. അപ്പോൾ ഈ വീണുപോയ മനുഷ്യൻ, പാപത്തിൽ വീണുപോയ മനുഷ്യൻ ഇൻ സെർച്ച് ഓഫ് എ റിഡീമിങ് ഗോഡ്. യേശു ക്രിസ്തുവിൽ റിഡീമിങ് ഗോഡ് മീറ്റിംഗ് ദ ഫോളൻ ഹ്യൂമൻ ബീയിങ്. ഇൻ ക്രൈസ്റ്റ് വി മീറ്റ് ഗോഡ് ആൻഡ് മാൻ. ഗോഡ് ആൻഡ് മാൻ യേശു ആണെങ്കിൽ ഹി ഈസ് ദ സേവിയർ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും യു ആർ ദ സേവിയർ. എന്നിലും നമ്മളിലും ഈ ഫോളൻ ഹ്യൂമൻ ബീയിങ്ങിനെ അന്വേഷിച്ച് വരുന്ന ദൈവവും റിഡംഷന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യന് ഒരുമിക്കുമ്പോൾ നമ്മളൊരു സേവിയറായിട്ട് മാറുകയാണ്. സോ ദ അൾട്ടിമേറ്റ് പോസിബിലിറ്റി ഓഫ് മാൻ ഈസ് ടു ബിക്കം ഗോഡ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സത്യത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ വില കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. നമ്മളിന്ന് വിചാരിക്കുന്ന വലിപ്പം എന്നൊക്കെ പറയുന്നത് പണമുണ്ടെങ്കിൽ, പഠിത്തമുണ്ടെങ്കിൽ, സൗന്ദര്യമുണ്ടെങ്കിൽ, വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ടെങ്കിൽ അതെല്ലാം ഓൾ ദീസ് ആർ ഗിഫ്റ്റ്സ്, ടാലൻസ്. അതെല്ലാം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ നന്മയുള്ള ലോകം സൃഷ്ടിക്കുന്നതിന്, പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയാണ്. നമുക്കൊരു യാത്രയ്ക്ക് പുറപ്പെടാം. അത് കരവാളൂരിൽ നിന്ന് മലബാറിലേക്ക് പോകുന്ന യാത്രയാകണമെന്നില്ല. മനസ്സിലായി? എന്നിൽ നിന്ന് എന്നിലേക്ക് തന്നെയുള്ള മറ്റൊരു
തലത്തിലും കാണാൻ സാധിക്കും. എന്നിൽ നിന്നുള്ള ഒരു പുറപ്പാട് നിന്നിലേക്കുള്ള പുറപ്പാട്. കാരണം എന്നെ ഞാനാക്കുന്നത് നീ ആകുന്നത് കൊണ്ട് നിന്റെ അടുത്തെത്തുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ദൈവം സ്വർഗത്തിലിരുന്നെങ്കിൽ ദൈവത്തെ നമ്മളെ രക്ഷിക്കാൻ ഒക്കുകയില്ല എന്ന് ഇപ്പോഴത്തെ ഞാൻ ഈ പറയുന്ന കോൺടെസ്റ്റിൽ പറയാനായിട്ട് സാധിക്കും. അത് കറക്റ്റാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അങ്ങനെ ദൈവം ലോകത്തിലേക്ക് പോകും. നമുക്കും അവനിലേക്ക് പോകണം. ഈ കാലം അവനവനിലേക്ക് യാത്ര ചെയ്യുന്നു. അത്യന്തം അപകടകരമായ, സ്വാർത്ഥകരമായ, ഒരിക്കലും രക്ഷയ്ക്ക് സാധ്യമില്ലാത്ത വൈകൃത യാത്രകളാണ്. ഇറ്റ് ഈസ് നോട്ട് എ സേവിങ് ജേർണി അറ്റ് ഓൾ. എന്നാൽ ഞാൻ എന്നിൽ നിന്നിറങ്ങി നിന്നിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, അരികിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, അൽഷിമേഴ്സ് ആളുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് സേവ്യറാണ്, അവരെനിക്ക് രക്ഷകരുമായിട്ട് തീരുകയാണ്. ഇത് ഗൗരവമായി നമുക്ക് ഈ നാളുകളിൽ ശ്രദ്ധിക്കണം എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ഒരു വീണ്ടെടുപ്പും അതുപോലെ തന്നെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചിന്തയും ബോധ്യവും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന അസാധാരണമായ വെല്ലുവിളിയുടെ ഒരു കാലമാണിത്. ഒപ്പം അതിന് ഇമ്മാനുവേലായി ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് അസ്. നമ്മുടെ സ്വന്തം എഫർട്ട് കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും മിടുക്കുകൊണ്ടും ഒരിക്കലും നമുക്ക് അവരിലേക്ക് പോകാനൊക്കത്തില്ല. മറിച്ച് അത് ദൈവകൃപ കൊണ്ട് മാത്രമാണ്. ആ ദൈവകൃപ നമ്മിൽ നിറയുന്നതാണ് ഈ ഇമ്മാനുവേൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന്. അപ്പോൾ പിന്നെ സഹോദരനിലേക്ക് പോകാനോ സഹോദരനോട് ക്ഷമ ചോദിക്കാനോ അരികുകളിലേക്ക്. അപ്പോൾ ഈ അനന്തത ഈ പരിമിതിയിലേക്ക് വന്നപ്പോൾ ഈ പരിമിതിക്ക് തന്നെ ഒരു അനന്തത ലഭിക്കുകയാണ്. അപ്പോൾ എല്ലാ ബാരിയേഴ്സും നമ്മൾ മാറുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ ഒരു സന്തോഷ ചിന്ത നമുക്ക് വരികയാണ്. ക്രിസ്തോസ് തിരുമേനി അങ്ങനെ അധികം കഥകൾ പറയാറില്ല. ഓരോ ഇൻസിഡൻറ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് തിരുമേനിയുടെ ഒരു നേച്ചർ. എന്നാൽ ചുരുക്കം ചില സമയങ്ങളിൽ കഥകൾ പറയും. അങ്ങനെ തിരുമേനി പറയുന്ന ഹൃദ്യമായ ഒരു ഇമാജിനേഷൻ, ഒരു കഥ. അപ്പോൾ അതൊരു വലിയ ഒരു സ്കൂൾ, അത് നല്ല സമൃദ്ധരായിട്ടുള്ള ധനികരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. എന്നാൽ ആ ഒരു ക്ലാസ്സിൽ ഒരു സ്ലോ ലേണറായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ക്രിസ്മസിന് അവർ ക്രിസ്മസ് പ്രോഗ്രാം ചെയ്ത് കുട്ടികൾ അതിനു വേണ്ടി ഇങ്ങനെ ട്രെയിൻഡ് ആകുകയാണ്. അപ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അത് സ്കൂളിൻ്റെ ഒരു ടെക്നിക്കാണ്, എല്ലാ കുട്ടികളെയും ഇൻവോൾവ് ചെയ്യിക്കണം. അപ്പം പേരൻസിനൊക്കെ ഇഷ്ടമാണ്, പേരൻസ് എല്ലാം വരും. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരുന്ന ഈ കവനൻ്റെ കോറിലെ കൊച്ചന്മാർ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ദുഷ്ടചിന്ത പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, അത്രയും അച്ഛന്മാരൂടെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ കൊച്ചമ്മമാർ വരണം, അപ്പോൾ കൂടുതൽ അച്ഛന്മാർ വരും. അപ്പം പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരോട് വരും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഈ എല്ലാം നമ്മൾ പറയുമ്പോഴും ദുഷ്ടതയും ആണല്ലോ. നമ്മൾ റെഡീംഡ് ആയില്ല, ആകാനുള്ള ഇടപാടുകൾ പറയുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും. അപ്പോൾ പക്ഷേ ഈ സ്ലോ ലേണറെ അവർ ഒരിക്കലും അവനെ കൊണ്ട് ഒരു റോളും അങ്ങനെ ആക്ട് ചെയ്യാനൊക്കാത്തതുകൊണ്ട് അവനെ. അപ്പോൾ അത് വലിയ സങ്കടമായിപ്പോയി. കൊച്ചു കുഞ്ഞുങ്ങൾക്കറിയാം, അവർക്കൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ അവർ വല്ലാതെ വിഷമിക്കും. വീട്ടിൽ ചെന്ന് അവൻ കരയുകയും പേരൻസിനോട് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ പേരൻസ് വന്നു, അമ്മ വന്നു, അവരോട് പറഞ്ഞു, ടീച്ചറെ അവന് വലിയ ദുഃഖമാണ്, അവൻ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ലളിതമായ ഒരു റോൾ അവന് കൊടുക്കണം. അപ്പോൾ ടീച്ചറിന് അങ്ങനെ ആലോചിച്ചു. അവർ പറഞ്ഞു, വലിയ സംസാരിക്കാനൊക്കെയുള്ള റോള് കൊടുത്താൽ അവൻ അതിനുള്ള കഴിവില്ലല്ലോ. ഒടുവിൽ ടീച്ചർ കണ്ടെത്തി ഈ സത്രത്തിൻ്റെ വാതിൽ കാവൽക്കാരൻ. അപ്പോൾ ജോസഫും മറിയയും വന്ന് ഇങ്ങനെ മുട്ടും. ഇതേ കൊട്ടിയത് മുട്ടുന്നതൊന്നും നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല, കോളിംഗ് ബെല്ലേ ഉള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവൻ ഒറ്റ ഉത്തരം പറഞ്ഞു, കതവ് തുറക്കുക, നോ റൂംസ് അവൈലബിൾ, ഇവിടെ സ്ഥലമില്ല, വാതിലടയ്ക്കുക. അത്രയും. അതെന്നെപ്പോലെ ഉള്ളവനും സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരുത്തന ആ കൊച്ചന്. അവൻ ട്രെയിൻ ചെയ്തു. ക്രിസ്മസിന് ഈ പ്ലേ ഇങ്ങനെ തുടങ്ങി, എല്ലാം ഭംഗിയായി മെറ്റിക്കുലസ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. ഒടുവിൽ ജോസഫും മറിയയും വന്നു, കൊട്ടി, വാതിൽ തുറന്നു, ഇവിടെ സ്ഥലമില്ല, നോ സ്പേസ്, കഥ അടച്ചു.
പിന്നെയും കുട്ടി കഥ തുറന്നില്ല. അപ്പോൾ അവർ മടങ്ങുകയാണ്. ഇവൻ പെട്ടെന്ന് അവിടുന്ന് ഡിസപ്പിയർ ചെയ്യും. അവൻ്റെ ഈ പിന്നെ വസ്ത്രമൊക്കെ മാറി അവൻ്റെ ഓൺ വസ്ത്രം എടുത്തിട്ട് വേഗം വെളിയിൽ വന്നിട്ട് ജോസഫും മറിയ, പൂർണ്ണ ഗർഭിണിയായ മറിയ, ഇവിടെ യാത്രയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇവിടെ സ്ഥലമില്ലെന്നേ ഉള്ളൂ. അത് എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാം. ദിസ് ഈസ് ക്രിസ്മസ്. എത്രയോ വീടുകളാണ് നമുക്ക് ആവശ്യത്തിലധികം വലിപ്പമുള്ള വീടുകളിൽ, പക്ഷേ വേറെ ഒരാൾ അതിനകത്ത് താമസിക്കുന്നില്ല. ഞാനിന്ന് പറയുന്നതൊന്നും നിങ്ങൾ വിഴുങ്ങണ്ട. ഒരുപാട് സ്ഥലമുണ്ടായിരിക്കുകയും ആ വീട്ടിൽ മഴ നനഞ്ഞ അതിൻ്റെ ദേശത്ത് ഒരാൾ മരിക്കുകയും ചെയ്താൽ ആ മരണത്തിൻ്റെ ഉത്തരവാദി ആ ഉപയോഗിക്കാത്ത വീടിൻ്റെ ഉടമസ്ഥനാണ്. ഇതൊന്നും അറിയാൻ നമ്മൾ ഒരു ഹാർവാർഡിലും പഠിക്കേണ്ട കാര്യമില്ല. ഒരു ഹാർവാർഡിൽ ഒരു ഫ്രിഡ്ജിൽ നിറച്ച് 3 തട്ടോട് കൂടിയ ഫ്രിഡ്ജിൽ ഭക്ഷണം നിറച്ച് വെക്കുകയും ഇന്നത്തേക്ക് ആവശ്യമുള്ള ആഹാരം തരണമെന്ന് 2 പ്രാവശ്യം ആ വീട്ടിൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ വി ആർ ഹ്യൂമിലിയേറ്റിംഗ് ഗോഡ്. ദൈവത്തെ പരിഹസിക്കുകയാണ്. കാരണം എത്രയോ പേര് ഭക്ഷണമില്ലാതെ നമ്മുടെ ദേശത്ത് പാർക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ എന്തെല്ലാം വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ തകിടം മറിച്ചിൽ സൃഷ്ടിക്കുന്ന ഈ വലിയ പെരുന്നാൾ ആഘോഷത്തിൽ ലോകമെങ്ങും സമാധാനം ഉണ്ടാകണം. അതുകൊണ്ട് ആദ്യത്തെ പാട്ട് ഇതാണല്ലോ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എല്ലാ ജീവിതത്തിൻ്റെയും ഉയരങ്ങളിൽ ദൈവം വാഴുമ്പോഴാണ് ഹൃദയത്തിൽ സമാധാനം, ലോകത്തിൽ സമാധാനം ഉണ്ടാകും. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ, വീടുകളുടെ, കുടുംബങ്ങളുടെ, സഭയുടെ, ഭദ്രാസനങ്ങളുടെ, ഇടവകളുടെ ഉയരത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനം മാത്രമേ ഉള്ളൂ. പിന്നെ അവരൻ അന്യനല്ല, അവൻ്റെ ജയവും എൻ്റെ ജയം തന്നെയാണ്. ഇന്ന് നമുക്ക് സംഭവിക്കുന്നത്, അവൻ ജയിച്ചാൽ എൻ്റെ തോൽവിയാണ്. എനിക്ക് ജയിക്കണമെങ്കിൽ അവൻ തോൽക്കണമെന്നുള്ള ആത്മാംശം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലും കാലത്തിലും ആത്മാവിനെ ഉള്ളിൽ നിറച്ച് ആത്മബോധമുള്ളവരായി അവരൻ അന്യനല്ല എന്നും അവൻ എൻ്റെ രക്ഷകനാണെന്നും എൻ്റെ സംരക്ഷകനാണെന്നും നമ്മൾ തീരുമാനിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാ ഉത്സവത്തിൻ്റെ നാളുകളാണ് ഈ ക്രിസ്മസ്. ഉദയം നമ്മെ സന്ദർശിക്കട്ടെ. ദൈവം എവിടെയാണ് നമ്മളിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് മടങ്ങിപ്പോകാം. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് ഇന്ന് രാത്രി കൊണ്ട് സാധിക്കത്തില്ലായിരിക്കും. പക്ഷേ നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ചാണെങ്കിൽ അടുത്ത ഒരു 4 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന ക്രിസ്മസിൽ ഈ വലിയ മഹാസന്തോഷത്തെക്കുറിച്ച് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം. ആ വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും. അതുകൊണ്ടാണല്ലോ അച്ഛന്മാർ, ദൈവജനം, ബിഷപ്പ് എല്ലാവരും വി ആർ ഓൾ ഇൻ ദ പ്രോസസ് ഓഫ് റിയലൈസിങ് കിങ്ഡം ഓൺ എർത്ത്. ഇത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു വലിയ ഭാരം കൂടെ പേറി നമുക്ക് ആ ഭാരം നമ്മളെ നിറയ്ക്കുമ്പോൾ നമ്മൾക്ക് ഇന്ന് ഭാരമെന്ന് തോന്നുന്ന നമ്മുടെ മുഴുവൻ ആകുലതകളും നമ്മുടെ സർവ്വ ചിന്താകുലങ്ങളും നമ്മൾ ഇന്ന് ഒഴുകിപ്പോവുകയും ദൈവത്തെക്കുറിച്ചുള്ള സന്തോഷത്തിൻ്റെ ഒരു പുതിയ ലോകം നമുക്ക് വർദ്ധിപ്പിക്കുന്നതിന്, നിർമ്മിച്ചെടുക്കുന്നതിന് ഇടയാകുകയും ചെയ്യും എന്നുള്ളതിന് തർക്കമില്ല. ഇവിടെ സ്ഥലമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്. നമുക്കും പറയാം, എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്, എൻ്റെ വീട്ടിൽ എന്നെ യേശുവുണ്ട് എന്ന് നമുക്ക് പറയാം. യേശു ക്രിസ്തു 1 കോടി പ്രാവശ്യം ഈ ലോകത്തിൽ ജനിച്ചാലും യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സഭയിലും ഉണ്ടെന്ന് ഉറപ്പാക്കണം. ദൈവം ഇറങ്ങിപ്പോയി ശുഷ്കിച്ചുണങ്ങിപ്പോകുന്ന ഒരു സ്ക്രമല്ല. ദൈവം നമ്മളിൽ നിറഞ്ഞ് പൂത്തുലഞ്ഞ് ഒരു പൂക്കാലം ആയി ഈ നാളുകൾ തീരുന്നതിന് നമ്മളെ സമർപ്പിക്കാം. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ പുറകിലിരിക്കുന്ന ആരെയും എനിക്കിപ്പോൾ അവിടെ ഇരുട്ടായതുകൊണ്ട് കാണാൻ പാടില്ല. നിങ്ങൾ എന്നെ കണ്ടു കാണും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങനെ നിങ്ങളെ ഇങ്ങനെ ഇരുട്ടിലാണെങ്കിലും ഇരുട്ടിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. ഇവിടെ വായിച്ചത് പ്രകാശം. ആ പ്രകാശം, ഇരുട്ടിൽ പ്രകാശിക്കുന്ന ദൈവപ്രകാശം ഉള്ളിലുള്ളവരായി ഉണർന്ന് നമുക്ക് എഴുന്നേറ്റ് മുമ്പോട്ട് പോകാം. ഇതൊരു യാത്രയാണ്. എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക്, ഈ ലോകത്തിലേക്ക് ലോകത്തെ രക്ഷിക്കാം. യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണെങ്കിൽ ഇന്ന് നമ്മളാണ് ക്രിസ്തുവിന് വേണ്ടിയുള്ള ലോകരക്ഷകർ. എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഒപ്പം
ഒരു പുതിയ സംവത്സരത്തിൻ്റെ എല്ലാ ദൈവിക നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു.